ഹായ് ഹലോ. അപ്പം നമ്മളിന്നേ സഞ്ജനയുടെ വീട് വരെ ഒന്ന് പോവാണ്. അപ്പോൾ സഞ്ജന വീട് മാറി. അപ്പോൾ അന്ന് വിളിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ശില്പി വിചാരിച്ച് ഇന്ന് എന്തായാലും ഒന്ന് പോയിട്ട് വരാമെന്ന്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വഴി അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സഞ്ജനയെ വിളിച്ച് ചോദിച്ചും പറഞ്ഞൊക്കെയാണ് അവിടെ പോയത്. വഴി ചോദിക്കാനായിട്ട് വണ്ടി നിർത്തിയിട്ട് കടയുടെ ഫ്രണ്ടിലായി പോയിട്ടോ. പിന്നെ ദാഹമായി പരദാഹമായി പരവേശമായി. അങ്ങനെ പിന്നെ നമ്മളിവിടുന്ന് വെള്ളമൊക്കെ കുടിച്ച് തിരിച്ച് വീണ്ടും നമ്മൾ വഴി ചോദിച്ച് ചോദിച്ചങ്ങെത്തി. അങ്ങനെ സഞ്ജനയുടെ വീട്ടിലെത്തി. അവളേക്കാളും വലിയൊരു ചെരുപ്പൊക്കെ ഇട്ട് ഞങ്ങളെ കാത്തിരിക്കുമായിരുന്നു കേട്ടോ. നിങ്ങൾ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരുങ്ങി നിൽക്കുമല്ലോ എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പം ഞാൻ ആദ്യം നോക്കിയത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, ചെടി. അപ്പോൾ ഇവിടെ ചെടിയൊക്കെ കുറവാന്നല്ല തീരെ ഇല്ലായിരുന്നു. ആകെ ഉള്ളത് ഓർക്കിഡ് മാത്രമാണ് കേട്ടോ. എന്തായാലും ഇതിൽ നിന്ന് ഞാൻ എന്തായാലും എടുത്തുകൊണ്ട് പോകും, അത് വേറെ സത്യം. എന്തായാലും നമുക്ക് സഞ്ജന എടുത്ത് വിശേഷങ്ങളൊക്കെ തിരക്കാം, വീടൊക്കെ കാണാം. അപ്പോൾ ഇവിടെ താമസിക്കുന്നത് സഞ്ജന ഹസ്ബൻഡും മാത്രമാണ് കേട്ടോ. അപ്പോൾ അടിപൊളി ഒരു വീടായിരുന്നു. എനിക്കിവിടുത്തെ അടുക്കള ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഒതുങ്ങിയ കുഞ്ഞൊരു അടുക്കളയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ചാടി ഓടി കാവടി അടി ചെന്നത് പട്ടിയുടെ ഫ്രണ്ടിലായിരുന്നു. പിന്നെ ഓടി അത് കയറി സഞ്ജനയ്ക്ക് പറഞ്ഞു കൊടുക്കുക ഈ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ഭാഗങ്ങളൊക്കെ ഇവിടെ ചെടി വെക്കണം. അതുകൊണ്ട് ഞങ്ങളും പഴുത്തത് നോക്കി നോക്കി എന്റെ ക്യാമറ റംബൂട്ടാൻ കാണുന്നില്ല, കുറച്ച് പുക മാത്രം കാണുന്നു. അപ്പൊ എപ്പോ പറഞ്ഞു? ഞാൻ പറഞ്ഞായിരുന്നു, നേരത്തെ വിളിച്ചു. ഇത്രക്കുള്ള ഓപ്പോസിറ്റി ഉണ്ടോ? വീണില്ല, അത് കമ്പാ വീണത്. ഞാൻ നോക്കുമല്ലേ, വീണ ഇപ്പൊ ഞാൻ പോയി എടുക്കുമല്ലേ, ആദ്യം ഓടിപ്പോയി. അപ്പൊ അങ്ങ് മറിച്ചിടാന്ന് പറഞ്ഞു പാട്ടൊന്നും പഠിക്കാൻ പോണ്ടായിരുന്നു, ഒരു ഡാൻസ്. പിന്നെന്താ തൊഴിലുറപ്പിലെ പുതിയ ചേച്ചിയാണ്, കാട് വീഴുവാൻ വന്ന് ഒടിഞ്ഞ് തറയെ വീണു. ചാടല്ലേടി പൊന്നു, ചാടല്ലേ ചാടല്ലേടി. ആ വാഴ വെച്ചണം കേട്ടാ. ഞാൻ വന്നപ്പോൾ മുതലേ ഈ ഓടയെ നോക്കുവാണ്. കുറേ നല്ല വെറൈറ്റി ചെടികൾ ഇതിനകത്ത് നിൽപ്പുണ്ട്. അതിന് വെള്ളത്തിൽ മാത്രം കിളിക്കുവാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇത് പിച്ചിട്ടേ പോത്തോളെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ. എന്തായാലും ഒന്നി വെള്ളത്തിൽ വീഴും, ഇല്ലെങ്കിൽ ഞാൻ പിച്ചു ഉറപ്പിച്ച് നിൽക്കുകയാണ് കേട്ടോ. എന്തോ ഇവള് പൊക്കി എടുക്കുന്നത് കാട്ടുചെടി. ഇതാണോ വാഴ വേണോന്ന് പറഞ്ഞത്? അല്ല, ഇതും എനിക്ക് വേണം. എങ്ങനെ നമ്മൾ പിച്ചിട്ടുണ്ട്. അങ്ങനെ അത് പിച്ച് ക്ഷീണം തീർക്കാൻ വേണ്ടി സഞ്ജന ജ്യൂസും കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ടാവാം ഇനി അടുത്ത പരിപാടി. കഴിക്കാനായിട്ട് ബിസ്ക്കറ്റും ഉണ്ടായിരുന്നു, 6ഉം 4ഉം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 6ഉം 4ഉം ഒന്നും എനിക്ക് വേണ്ട, കാരണം എൻ്റെ പല്ലി കൊള്ളും. പിന്നെ മധുരം ബിസ്ക്കറ്റും വേണ്ട. ശില്പയ്ക്ക് പിന്നെ നിർബന്ധിക്കുവാണെങ്കിൽ കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. ഞങ്ങളുടെ നിർബന്ധിക്കാനും പോയില്ല. അപ്പോൾ അവിടെ നിന്ന് എടുത്ത ചെടിയെടുത്ത് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാൻ ടാറ്റാ.